മറവി 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 അല്ലെ? ഇപ്പൊ ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ചാൽ ആ സ്റ്റുഡന്റ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ മറന്നു പോകുന്ന കാര്യം. അല്ലെ, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ, എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ നമ്മളോട് പെട്ടെന്ന് മറന്നു പോവുകയാണ്. അല്ലെ, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരുന്ന് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് എഴുതാൻ നോക്കുമ്പോൾ ആയിരിക്കും നമുക്ക് ഒന്നും ഓർമ്മ കിട്ടില്ല. അല്ലെ, ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് പഠിച്ച കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് മറന്നു പോവുകയാണ്. ഈ പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കണം. അല്ലെ, ചില സിമ്പിൾ ടിപ്സുകളിലൂടെ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടാൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മറവിയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളോട് മറന്നു പോവുകയാണ്. ഈ പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കണം. നല്ല രീതിയിൽ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റണം. നന്നായിട്ട് നമുക്ക് എക്സാമുകൾ എഴുതാൻ സാധിക്കണം. എക്സാം എഴുതിയിട്ട് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഈ മറവി എന്ന ഒരു പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കണം. അതിന് ഞാൻ പറയുന്ന ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് ഒരുപാട് യൂസ്ഫുൾ ആകും. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് മറവി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലെ, അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് വല്ല മരുന്നുണ്ടോ കഴിക്കാൻ? അല്ലെ, എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ ഈ മറവിയുടെ പ്രശ്നം മാറുമോ? ഇല്ല. നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കാണിക്കുന്ന പല പ്രശ്നങ്ങളും കൊണ്ടാണ് ഈ മറവി ഉണ്ടാകുന്നത്. അപ്പൊ ചില ടിപ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മറവിയെ നമുക്ക് തുടച്ചങ്ങ് മാറ്റാം. എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. എക്സാം ഹാളിൽ നിന്ന് നമുക്ക് മുഴുവൻ ഓർത്തെടുക്കാൻ പറ്റും. അല്ലെ, എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ മറവി നമുക്ക് മാറ്റിയെടുക്കണം. സോ എക്സാം ഹാളിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നമുക്ക് എഴുതാൻ പറ്റണം. സോ ഞാൻ ഈ പറയുന്ന ടിപ്സുകളെ എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഐ ആം നൂറ മുഹമ്മദ് അലി. വെൽക്കം ടു നൂറ എഡ്യു ടിപ്സ്. നമുക്ക് നമ്മുടെ ടിപ്സിലോട്ട് പോകാം. എന്റെ ഒന്നാമത്തെ ടിപ്പാണ്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി എണീക്കാൻ നോക്കുക. അല്ലെ, നമ്മുടെ എക്സാമിന്റെ സമയമാണ്. സോ നമ്മൾ പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് തലേന്ന് കിടന്നുറങ്ങി. പക്ഷെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ ചില നെഗറ്റീവ് മെന്റാലിറ്റിയോടൊക്കെ ആയിരിക്കും. അല്ലെ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ എഴുന്നേൽക്കാൻ പാടില്ല. നല്ല എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മൈൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മാത്രമല്ല അന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട്സ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ടേബിളിൽ ഒരു പേപ്പറും പേനയും കരുതി വെക്കുക. എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ നല്ലൊരു ഉണർവോടുകൂടി നല്ല ഫ്രഷ് മൈൻഡോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്സും ആ പേനയും എടുത്തിട്ട് അന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ്ലി നോട്ട് ചെയ്ത് വെക്കുക. അതായത് ആ ദിവസം പഠിക്കാനുള്ള ഒരു കൃത്യമായ പ്ലാനിങ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാതെ വലിച്ചുവാരി പഠിക്കാൻ നിൽക്കരുത്. അന്ന് പഠിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഒരു പ്ലാനിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 1, 2, 3 എന്നിങ്ങനെ കൃത്യമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ സബ്ജക്റ്റിന്റെ നേരെയും അതിൽ പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ കാര്യങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. എല്ലാ മോർണിംഗും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന എല്ലാ ദിവസവും എല്ലാ മോർണിംഗും നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃത്യമായ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പഠിക്കാനുള്ള ആ ഒരു നോട്ട്സ് നിങ്ങൾ എഴുതി വെച്ച ആ ഒരു നോട്ട്സ് നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ മുന്നിൽ അവിടെ ഒട്ടിച്ചു വെക്കുക. അല്ലെ, നമ്മുടെ ചുമരിന്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലും നിങ്ങൾ അതൊന്ന് ഒട്ടിച്ചു വെക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോഴും അത് കാണാൻ പറ്റണം. അതായത് അന്ന് മുഴുവൻ നിങ്ങളുടെ പ്ലാനിങ് ആണത്. അന്ന് മുഴുവൻ പഠിക്കാനുള്ള നിങ്ങളുടെ പ്ലാനിങ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നിങ്ങൾ അത് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഹാപ്പി ആയിട്ട് പഠിക്കുവാൻ ശ്രമിക്കുക. എന്റെ രണ്ടാമത്തെ ടിപ്പാണ്, അതായത് ഒരു പഠനമുണ്ട്. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ തലയിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു പഠനമാണ്. സോ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം കൂടെ നമ്മുടെ തലയിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നില്ല. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു കവറിൽ നമുക്ക് എത്രമാത്രം നിറയ്ക്കാൻ സാധിക്കും? അതിന്റെ ഒരു കപ്പാസിറ്റി വരെ മാത്രമേ നമുക്ക് നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ തലയുടെ കാര്യവും.
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിറയ്ക്കുവാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്ത് മാറ്റുക. അല്ലെ, നമ്മുടെ തലയിൽ വേണ്ടാത്ത ഒരുപാട് ചിന്തകളുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ട്. ആ ചിന്തകളൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. നമ്മൾ ഓർത്തെടുക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നതും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന വേണ്ടാത്ത ചിന്തകള്, നിങ്ങളുടെ സങ്കടങ്ങള്, നിങ്ങളുടെ ഷെയിമുകള്, അങ്ങനെ നമ്മൾ എന്തൊക്കെ വേണ്ടാത്ത ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചറോട് ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് കരുതുക. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? നിങ്ങളെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു? കളിയാക്കി. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ചിരിച്ചു. അപ്പൊ അതൊരു നാണക്കേടായിട്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടാവും. അതിന്റെ ഒരു ആവശ്യമൊന്നും നമുക്കില്ല, അല്ലെ? നമ്മുടെ തല അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് സന്തോഷിക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് കൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? മൊത്തമായിട്ട് ക്ലിയർ ചെയ്യുക, മൊത്തം ഡിലീറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമുള്ള, നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് കിടക്കുന്ന വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന, സന്തോഷമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്റെ മൂന്നാമത്തെ ടിപ്പാണ്, ഒരു സീക്രട്ട് ലാംഗ്വേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഈ സീക്രട്ട് ലാംഗ്വേജ്? നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെ? ഹിസ്റ്ററിയിൽ, ജോഗ്രഫിയിൽ, അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ ഓർത്ത് വെക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സീക്രട്ട് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുക. സീക്രട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പോഡ ബീഫെ, അല്ലെ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു സീക്രട്ട് ലാംഗ്വേജ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയില് യൂറോപ്യൻസ് വന്ന ഒരു ക്രമമാണ് ഈ ഒരു കോഡ് എന്ന് പറയുന്നത്. പോഡ ബീഫെ. പോ എന്ന് പറയുമ്പോൾ പോർച്ചുഗീസ്, ഡ എന്ന് പറയുന്നത് ഡച്ച്, ബീഫെ എന്ന് പറയുന്ന ബി എന്താണ്? ബ്രിട്ടീഷ്, ലാസ്റ്റുള്ള ബീഫയില് ഫ്രാൻസ്. അങ്ങനെ ഇന്ത്യയില് യൂറോപ്യൻസ് എത്തിയ ആ ഒരു ക്രമമാണ് പോഡ ബീഫെ എന്നുള്ള ആ ഒരു കോഡിലൂടെ നമ്മൾ പഠിച്ചത്. ഇങ്ങനെ എല്ലാത്തിലും നിങ്ങൾ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഈ കോഡ് നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പമാണ്, അല്ലെ? നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ഈ ഒരു കോഡ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ അതൊരു ഫണ്ണായിട്ട് മാറി, അല്ലെ? നിങ്ങളുടെ പഠനം അപ്പൊ ഒരു ഫണ്ണായിട്ട് മാറി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു കോഡ് രൂപത്തിൽ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഓർക്കാനും എളുപ്പമാണ്, മാത്രമല്ല അതൊരു ഫണ്ണായിട്ടുള്ള ഒരു പഠനവുമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താണ്? ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സീക്രട്ട് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുക. ആ ലാംഗ്വേജ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് പല സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഓർത്തെടുക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കും. ഇതാണ് എന്റെ മൂന്നാമത്തെ ടിപ്പ്. എന്റെ നാലാമത്തെ ടിപ്പാണ്, നമ്മളോട് മറന്നു പോകും, അല്ലെ? പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളെ കണ്ട സിനിമയോ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളോ ഒന്നും നമ്മളോട് മറന്നു പോവാറില്ല. എന്തുകൊണ്ടായിരിക്കും അത്, അല്ലെ? മറ്റേന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീലിംഗ് ആണ്, അല്ലെ? സിനിമ കാണുന്നത്, മ്യൂസിക് ഒക്കെ നമ്മളൊരു ഫീലിംഗ് ആണ്, മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഈ സിനിമ കാണുന്നതോ പാട്ട് കേൾക്കുന്നതോ ഒന്നും എത്ര കാലം കഴിഞ്ഞാലും നമ്മളോട് മറന്നു പോവില്ല, അല്ലെ? നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ കഥ 20 കൊല്ലം കഴിഞ്ഞാലും നമ്മളോട് ചോദിച്ചാലും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ? അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അതൊക്കെ നമ്മുടെ ഒരു ഫീലിംഗ് ആണ്. പഠനവും അങ്ങനെ ഒരു ഫീലിംഗ് ആക്കി മാറ്റാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു യുദ്ധത്തെ കുറിച്ച് പഠിക്കുകയാണ്, 2ാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2ാം ലോക മഹായുദ്ധം നിങ്ങൾ ഒരു സിനിമ പോലെ മനസ്സിൽ കാണുക. അതിന് പങ്കെടുത്ത ആളുകളെ അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറുക. അങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു സിനിമ പോലെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളോട് ഒരിക്കലും മറന്നു പോവില്ല. അല്ലാതെ നമ്മൾ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് കാണാപ്പാഠം പഠിച്ചാൽ നമ്മളോട് മറന്നു പോകും, ഷുവറാണ്. പക്ഷെ നിങ്ങൾ ഹിസ്റ്ററിയിലെ കാര്യങ്ങളായിരിക്കട്ടെ, ഇപ്പൊ ജിയോഗ്രഫിയിൽ അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിക്കുന്നത്, അത് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുക. അതെങ്ങനെയാണ് ആ സുനാമി ഉണ്ടാകുന്നത്, ഭൂമിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിൽ കാണുവാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സിനിമ പോലെ നമ്മൾ കാണുക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആ കാര്യം ഒരിക്കലും മറന്നു പോവില്ല. ഒരിക്കലും നിങ്ങൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് പഠിക്കാതെ ഒരു സിനിമ പോലെ നിങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. 2ാം ലോക മഹായുദ്ധങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സിനിമ പോലെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സിനിമ പോലെ, അല്ലെങ്കിൽ അതിനൊരു വിഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, ഒരു ഫിലിമാക്കി നിങ്ങൾ മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും, അല്ലാതെ നിങ്ങളോട് ഒരിക്കലും അത് മറന്നു പോവില്ല. അപ്പൊ എന്താണ്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ഫിലിം പോലെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടിപ്പാണിത്, അല്ലെ?
ഞാനെന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു. അങ്ങനെ ഈ ചിത്രങ്ങൾ പോലെ എന്റെ മനസ്സിൽ അതിങ്ങനെ എപ്പോഴും ഉണ്ടാവും. എക്സാം ഹാളിൽ നിന്ന് ഒരു ടെൻഷനും ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സിനിമ പോലെ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഒരു കാലത്തും നിങ്ങളോട് അത് മറന്ന് പോവില്ല. എന്റെ 5ാമത്തെ ടിപ്പാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ആരാണോ നിങ്ങളോട് ചോദിച്ചു വരുന്നത് അവരോടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങളോട് മറന്നു പോവില്ല. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങളോട് മറന്നു പോവില്ല, അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാതെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ വീണ്ടും അത് ഓർത്തെടുക്കുകയാണ്. നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഫ്രണ്ട്സ് ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ നമ്മുടെ ഫ്രണ്ടും പഠിക്കും, നമുക്കത് വീണ്ടും നമുക്കൊരു റിവിഷൻ ആണ്. അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ അവരും പഠിക്കും, നമ്മൾ വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതൊരു മനുഷ്യത്വമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല സമാധാനമായിട്ട് ഇരിക്കുക. നമുക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. ഈ ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പലരും കമന്റ് ബോക്സിൽ ഇടുന്നത് കണ്ടു, ഓർമ്മ കിട്ടുന്നില്ല ടീച്ചറെ, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, മറന്നു പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്യുക, എന്റെ പഴയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എടുത്ത് കാണുക. നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക, നമുക്ക് അതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പഠനം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സന്തോഷത്തോടെ ചെയ്യുവാൻ ശ്രമിക്കുക. പഠനത്തെ ഈസി ആയിട്ട് കാണുക, ഒരു ഹാപ്പി മൈൻഡോട് കൂടി കാണുക. നമുക്ക് പഠിക്കുവാൻ സാധിക്കും. നമ്മൾ ബെറ്റർ ആണ്, ഞാൻ സൂപ്പർ ആണെന്ന് തന്നെ ചിന്തിക്കുക. ഞാൻ ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും, ഞാൻ സൂപ്പർ ആണ് എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ചിന്തിച്ചെടുക്കുക. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. മൈൻഡ് എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും വെക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കുവാൻ സാധിക്കും. സോ എല്ലാവർക്കും എക്സാമുകൾ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കട്ടെ. എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ. ടോപ്പർ ആയിട്ട് എല്ലാവരും എല്ലാ എഴുതുന്ന പരീക്ഷയിലും ടോപ്പർ ആയിട്ട് മാറട്ടെ. ഓൾ ദ ബെസ്റ്റ് എവ്രി വൺ.